എല്ലാ ടെലികോം സേവനദാതാക്കളും പ്രതിമാസ പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ് പ്ലാനുകൾക്ക് കുറഞ്ഞത് 30 ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ എം സിന്ധ്യയ്ക്ക് കത്ത് നൽകിയതായും എം.പി. പറഞ്ഞു. എല്ലാ ടെലികോം സേവനദാതാക്കളും പ്രതിമാസ പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ് പ്ലാനുകൾക്ക് കുറഞ്ഞത് 30 ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ എം സിന്ധ്യയ്ക്ക് കത്ത് നൽകിയതായും എം.പി. അറിയിച്ചു. പ്രധാന ടെലികോം കമ്പനികൾ നിലവിൽ 28 ദിവസത്തെ വാലിഡിറ്റി മാത്രമുള്ള പ്രതിമാസ പ്ലാനുകൾ നൽകുന്നുണ്ടെന്നും ഇത് വരിക്കാരെ വർഷത്തിൽ 12 തവണയ്ക്ക് പകരം 13 തവണ റീചാർജ് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നുണ്ടെന്നും എം.പി. ആരോപിച്ചു. ഈ രീതി സാധാരണ ഉപയോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിനും തുല്യമാണെന്നും പ്രത്യേകിച്ച് ആശയവിനിമയത്തിനും ഡിജിറ്റൽ ആക്സസിനും താങ്ങാനാവാവുന്ന മൊബൈൽ കണക്ടിവിറ്റിയെ ആശ്രയിക്കുന്ന താഴ്ന്ന വരുമാനക്കാരായ പൗരന്മാരെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും എം.പി. പറഞ്ഞു. ഇക്കാര്യങ്ങൾ മന്ത്രിക്ക് നൽകിയ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും എം.പി. അറിയിച്ചു. സാധുത 28 ദിവസമായി കുറയ്ക്കുന്നതിലൂടെ ടെലികോം കമ്പനികൾ സാധാരണ ഉപഭോക്താക്കളുടെ ചെലവിൽ അന്യായമായ സമ്പത്തുണ്ടാക്കുകയാണ്. ടെലികോം ബില്ലിംഗിലെ സുതാര്യതയുടെയും ന്യായത്തിന്റെയും തത്വത്തെ പരാജയപ്പെടുത്തുന്ന അന്യായമായ വ്യാപാര രീതിയാണിത്. ഉപഭോക്തൃ സംരക്ഷണത്തിന്റെയും പൊതുനീതിയുടെയും താൽപര്യാർത്ഥം പ്ലാൻ തരമോ കമ്പനിയോ പരിഗണിക്കാതെ പ്രതിമാസ റീചാർജ് വാലിഡിറ്റി കുറഞ്ഞത് 30 ദിവസമായി നിജപ്പെടുത്താൻ ട്രായ്ക്കും എല്ലാ ടെലികോം ഓപ്പറേറ്റർമാർക്കും നിർദ്ദേശം നൽകണമെന്നും മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.